ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. NDA സർക്കാരിന്റെ 12 വർഷത്തെ ഭരണം രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു. आज देश का हर नागरिक विकसित भारत के सपने से भरा हुआ है. विकसित भारत का सपना अब किसी एक व्यक्ति का नहीं रहा, किसी सरकार का नहीं रहा, किसी दल का नहीं रहा. देश के जन जन का सपना बन चुका है, संकल्प बन चुका है. और इस सपने की पूर्ति के लिए हमें अपना हर पल समर्पित करना है. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, AI എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തിരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്.
സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്. മാനവികതയുടെ ജീവവായു നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശ പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്നതാരാകും? കിരീടം നിലനിർത്താൻ അർജന്റീനയോ? ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ? വിജയാവർത്തനത്തിന് ഫ്രാൻസോ? റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ? അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾ പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ, ഒരു 100 കളം പിടിക്കാൻ, ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മെസ്സിഹയ്ക്കും ഒരേ ഒരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ. ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിൻ അമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം. വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്നു കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11ലൂടെ ജൂൺ 15 മുതൽ നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൗകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട് ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8ആയി. അതേസമയം ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.